ഹായ് വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഹോട്ടൽ സ്റ്റൈൽ ഒരു ഗ്രീൻ പീസ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നേരത്തെ ഞാനൊരു ഹോട്ടൽ സ്റ്റൈൽ ഗ്രീൻ പീസ് കറി ഇട്ടിട്ടുണ്ട്, അത് കാണേണ്ടവർക്ക് കാണാം. അത് വേറെ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തി, ചോറ്, ദോശ എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഗ്രീൻ പീസിൻ്റെ കറി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പച്ച ഗ്രീൻ പീസ് വാങ്ങിച്ച് തോട് കളഞ്ഞെടുത്ത ഗ്രീൻ പീസാണ്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇടുക, ഒന്ന് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് 1 കപ്പ്, സെയിം കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ ഞെക്കി കാണിക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. പച്ചയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഉണക്ക ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു 5-6 മണിക്കൂർ കുതിർത്തതിന് ശേഷം കുക്കറിൽ 2-3 വിസിൽ കേൾപ്പിച്ച് എടുത്താൽ മതി. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് സവാള 2 കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കും. അതിലേക്ക് 2 പച്ചമുളക് 2ആയി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി 2ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഉള്ളി. ഇനി നമുക്ക് മീഡിയം സൈസ് ടൊമാറ്റോ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക. തക്കാളി സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം, അരച്ചു കൊണ്ടുവരാം. ഇനി നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം, പേസ്റ്റാക്കി കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. സെയിം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഞാൻ 1 ടീസ്പൂണേ ചേർത്തോളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇനി നമുക്ക് പേസ്റ്റാക്കി കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഈ ഗ്രീൻ പീസ് വേവിച്ചപ്പോൾ എന്നാണ്ട് ഇത്ര കുറച്ച് വെള്ളം ഉണ്ട് ഇതിൽ കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം കാണും. 1/4 കപ്പില്ല. ഇനി ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറക്കാം. ഇനി ഒന്ന് ഇളക്കാം.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പീസ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഹോട്ടൽ സ്റ്റൈൽ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഹോട്ടൽ സ്റ്റൈൽ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.